ഹലോ, വെൽക്കം ബാക്ക് ടു ഹിസാസ് വേൾഡ്. ഇന്നിതാ ഞാൻ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഇതാ മുറ്റമൊക്കെ അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. മുറ്റമൊക്കെ അടിച്ചു വാരി ആ മുറ്റം കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ മനസ്സിന്. അപ്പോഴാണ് കേട്ടോ ഉമ്മാൻ്റെ കൃഷി ഉണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വഴുതനങ്ങയും മുളകും തക്കാളിയും ഒക്കെ ഉമ്മ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ടുള്ള സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് മാങ്ങയൊക്കെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം എല്ലായിടത്തും നല്ല മാങ്ങയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ മദ്രാസിൽ നിന്ന് മെസ്സേജ് വന്ന കാര്യം ഓർമ്മ വന്നത്. നീനുവിന് ബുക്ക് എത്തിയിട്ടുണ്ട് മദ്രാസിൽ 2ാം ക്ലാസ്സിൻ്റെ ഒക്കെ ഉള്ള. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അവൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ രാവിലെ തന്നെ ഇതാ കടലക്കറിയും ഓട്ടടയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ അത് അവൾക്ക് കൊടുക്കാണ്ട്. കുറച്ച് ടാസ്കുള്ള പണിയാണ് കേട്ടോ ഇത്, കുറച്ചധികം പണി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നീനു വന്നിട്ടുണ്ട് കേട്ടോ ബുക്കൊക്കെ ആയിട്ട്. അപ്പോൾ ബുക്കൊക്കെ എനിക്ക് കാണിച്ചതിൻ്റെ ശേഷം അപ്പോൾ ഇതാ നിസുവിന് ബുക്ക് വേണം കേട്ടോ. രണ്ടാളും കൂടി തല്ലാണ് അങ്ങോട്ടും. ബുക്ക് നിസു കൊടുക്കണേ ഇല്ല, പുതിയ ബുക്ക് കണ്ടപ്പോൾ അവൾക്ക് അതുകൊണ്ട് കളിക്കാൻ വേണം. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ഒത്തുതീർപ്പാക്കി വാങ്ങിയൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും ഇതാ നിനുവിന് പോകാനുള്ള ടൈമായിട്ടാണ് സ്കൂളിലേക്ക്. ഇന്ന് സ്കൂളിൽ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമുള്ള ദിവസമായതുകൊണ്ട് തന്നെ നേരത്തെ പോകും വേണം കേട്ടോ. അപ്പോൾ അത് അവളൊക്കെ ഒരുക്കി പറഞ്ഞേക്കാണ്. അങ്ങനെ നിനുവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവളൊക്കെ പറഞ്ഞയച്ചു കേട്ടോ സ്കൂൾക്ക്. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ളതൊക്കെ തയ്യാറാക്കണം. അതിന് വേണ്ടി ഇതാ പയറാണ് കേട്ടോ. പയർ ഉപ്പേരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ നല്ല മത്തി, ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്